എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തുകയാണ്. 8 മണിക്കൂറോളം നടന്ന പ്രതിഷേധത്തിനൊടുവിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയത്. എറണാകുളം ജില്ലാ കളക്ടർ നാട്ടുകാരുമായി സംസാരിച്ച് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് തൽക്കാലം സമരം അവസാനിപ്പിച്ചത്. എൽദോസിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രദേശത്ത് സോളാർ ഫെൻസിംഗ്, സോളാർ വേലി അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉടൻ സ്ഥാപിക്കുമെന്നും അധികൃതർ ഉറപ്പ് നൽകി. അതേസമയം കുട്ടമ്പുഴയിലും കോതമംഗലത്തും ജനകീയ സമരത്തിന് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. മാത്രമേ ഉള്ളൂ. ഈ മകനാണ് ഏക ആശ്രയം. രാവിലെ പണിക്കും വേലയ്ക്കുമായിട്ട് ഇറങ്ങി തിരിച്ചതാണ്. വൈകുന്നേരം 8:30 വീട്ടിൽ അമ്മ ചോറുമായിട്ട് കാത്തിരുന്നു. ഇപ്പം മകൻ്റെ അവസ്ഥ എങ്ങനെയാണ്? കഷ്ണങ്ങളല്ല, ആളില്ലാത്ത അവസ്ഥയാണ്. പണ്ടും കൂടുതൽ എല്ലാം പുറത്ത് കിടക്കുന്നു, ഒന്നുമില്ല. എന്താ അവസ്ഥ? ഇനി ഇതുപോലെ ഒരു ദാരുണ്യം ഒന്നും ഞങ്ങൾ സമ്മതിക്കില്ല. ചെറിയ ആനയല്ല അത്. ആനേനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകാണ്ട് ഈ നാട്ടുകാർക്ക് ഒരു രക്ഷയുണ്ടാവും. ഈ നാട് നശിക്കുള്ളൂ. നമ്മൾ എന്ത് പറയാം? ഇപ്പോൾ ഗവൺമെൻറ് ലെവലിൽ ഏകദേശം ഒരു 24 lakhs സെറ്റിൽമെൻറ്റ് കൊടുക്കാനുള്ള നിയമമുണ്ട് പല വകുപ്പുകളനുസരിച്ച്. അതിൻ്റെ എന്തെങ്കിലും ഇഫ് യു നീഡ് എനി ക്ലാരിഫിക്കേഷൻ യു ക്യാൻ ആസ്ക് കിഫ മെമ്പർ ഓർ എനിവൺ. ജനങ്ങളുടെ വേദന മനസ്സിലാക്കാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സർക്കാർ ഇത്രയും ഇൻസെൻസിറ്റീവായി ഇത്രയേറെ സംഭവങ്ങൾ ഈ നാട്ടിൽ മാത്രം ഉണ്ടായിട്ട് ഈ നാടിനോട് ഇത്രയേറെ അവഗണനയും ഇത്രയേറെ ക്രൂരതയും കാണിക്കുന്ന ഈ സർക്കാരിനോട് ഈ സമയത്ത് ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. ജനങ്ങളുടെ പ്രതിഷേധമാണ്. ഇതിൻ്റെ രാഷ്ട്രീയമില്ല, ഇതിൻ്റെ മറ്റ് താല്പര്യങ്ങളില്ല.